ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ RB സനൂപാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സനൂപ്, തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിരവധി ഇടങ്ങളുണ്ട്. ഒന്നുള്ളത് വർക്കല ബീച്ചാണ്. വർക്കല ക്ലിഫിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ ഉണ്ടാകാറുണ്ട്. കോവളത്ത് വലിയ രീതിയിൽ ആഘോഷ പരിപാടികൾ ഉണ്ടാകാറുണ്ട്. സനൂപ് എവിടെയാണുള്ളത്? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലാണ്. ഇവിടെ ആഘോഷ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി പേർ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്. അങ്ങനെ രണ്ട് കൂട്ടരും ഒരുമിച്ച് പുതുവത്സരം ആഘോഷിക്കുന്ന ഒരു ഇടമാണ് കോവളം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ടൂറിസം വകുപ്പിൻ്റെ പാപ്പാഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുന്നതിന് വേണ്ടിയൊക്കെ നിരവധി പേര് വരുന്നുണ്ട്. കൂടുതലും മലയാളികളല്ല കോവളം ബീച്ചിലുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ ഈ പുതുവത്സരം ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ മലയാളികൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് തപ്പി നടക്കേണ്ട ഒരു സ്ഥിതിയാണ്. പക്ഷേ ഈ വന്നവരെല്ലാം തന്നെ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. ഈ കാണുന്ന പോലെ ഇപ്പോൾ നിയന്ത്രണമുണ്ട് ബീച്ചിൽ ഇറങ്ങുന്നതിന്. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന പോലെ ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുന്ന നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മലയാളി ടീം ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ ഒരു ആഘോഷം എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? എവിടെന്നാ വരുന്നത്? ഇവിടെ ഉള്ളവരാണ്. ഈ പൊതുവെ ആഘോഷിക്കുന്നത് ഇവിടെ തന്നെയാണോ ന്യൂ ഇയർ? 2025 എങ്ങനെ ഉണ്ടായിരുന്നു? 2025 കുഴപ്പമില്ല. സന്തോഷമായിരുന്നു, സങ്കടമായിരുന്നു, രണ്ടും മിക്സ് ചെയ്തിട്ട് പോയി. മോൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തുണ്ടായിരുന്നു 2025? ഖത്തർ പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ യാത്ര? കൊള്ളായിരുന്നു. എത്ര പഠിക്കുന്നേ? 5. നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത് 2026 പറ്റി? എന്താണ് ഒരു പ്രതീക്ഷ? നല്ലൊരു വർഷമാവുമെന്ന് വിചാരിക്കും. എന്ത് ചെയ്യുന്ന? പഠിക്കുന്നു, 11th പഠിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്നൊരു പാട്ടൊക്കെ ആവാല്ലേ? നമുക്ക് ഒരു വൈബിന് വേണ്ടി ഒരു പാട്ടൊക്കെ ആയാലോ? ഒരു പാട്ടൊക്കെ ആയാലോ വൈബിന് വേണ്ടി? ആര് പാടും? ആഘോഷമല്ലേ, ഇപ്പൊ ഒന്ന് ആഘോഷിച്ചാലോ? പാടിക്കോ, മോള് തന്നെ തുടക്കം. എനിക്ക് ചേച്ചിമാര് കൂടെ വരും. പാടിക്കോളൂ മോള് തന്നെ പാടിക്കോളൂ. എല്ലാവർക്കും മടിയാണെന്ന് തോന്നുന്നു. ചേച്ചി പാടും. മോനെ ഇങ്ങൊന്നേ, എന്താ മോന് പറയാനുള്ളത് 2026 പറ്റി? ആർക്കും വലിയ എല്ലാവരും ഓടിക്കളയുന്ന ഒരു സ്ഥിതിയാണ്. കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞതുപോലെ കോവളത്ത് മാത്രമല്ല ആഘോഷം. നേരത്തെ പറഞ്ഞ പോലെ വർക്കലയിൽ ആഘോഷമുണ്ട്, ശംഖുമുഖത്ത് ആഘോഷമുണ്ട്, മറ്റിടങ്ങളിലൊക്കെ തന്നെ ആഘോഷമുണ്ട്. ശംഖുമുഖത്ത് DJ പരിപാടി അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഈ തലസ്ഥാനത്തെ ഹോട്ടലുകളിലെല്ലാം തന്നെ DJ പരിപാടി കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പൊതു ഇടങ്ങളിലേക്ക് ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കോവളത്ത് ഇപ്പോൾ എത്തിയവരുടെ എണ്ണം വളരെ കുറവാണ്. എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ മോളെ? എന്തൊക്കെ കണ്ടു കോളത്ത് വന്നിട്ട്? വെള്ളത്തിൽ കളിച്ചോ? കളിച്ചില്ലേ? അത് ഇറങ്ങാൻ പറ്റാത്ത? ഒരു പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക്? എങ്ങനെയുണ്ട് സാറേ ആഘോഷമൊക്കെ? വെരി ബെസ്റ്റ്. ഈ കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചും കൂടെ ഒക്കെ ആളുകളുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ആൾ കുറവാണ്. തീരെ ആൾ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആള് ഈ പ്രാവശ്യം കുറവാണ്. അല്ലെങ്കിൽ ഭയങ്കര ആളായിരിക്കും. എന്താണെന്ന് അറിഞ്ഞില്ല. ഈ എങ്ങനെ ഉണ്ടായിരുന്നു 2025? ബെസ്റ്റ് ഇയർ തന്നെയായിരുന്നു. നല്ല ഇയർ തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പൊതുവെ വലിയ നിയന്ത്രണമൊക്കെ കോവളത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആളുകളുടെ വാഹനമൊന്നും തന്നെ ഇങ്ങോട്ട് കയറ്റാനുള്ള അനുമതി പോലീസ് നൽകിയിട്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ എത്തിയവരുടെ എണ്ണം ഒന്ന് കുറയാൻ കാരണം. എന്നാൽ പോലും ഇനിയിപ്പോൾ കുറച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പുതുവത്സരം പിറക്കുന്നതിന് വേണ്ടി. അപ്പോൾ പരമാവധി ആഘോഷിക്കുക എന്നുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒത്തുകൂടിയ ഒരുപാട് പേരുണ്ട്. നമുക്കിപ്പോൾ Where are you coming from? We are from Maharashtra, Pune. Yeah. How is Kerala? Well disciplined. You can say. I mean, everything is good. Everything was good, and we also enjoyed multiple locations, multiple scenes. We were yesterday in Alappuzha, and Alappuzha. Yeah, Alappuzha. Yeah, that's correct. Yeah. So you are enjoying in Kerala? Yes, definitely. We started from Kochi, by the way, and now we are here. We are next going to Kanyakumari. How was 2025 for you people? Good. Yes. Do you have any special plan for 2026? No special plan, but we are already in field. I am thinking to grow in same field. So I have some plans to grow, how to grow, and
That's all. Can you give us a chill? Yes. Yes. Okay, Happy New Year. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികളല്ല ഏറ്റവും കൂടുതൽ ഇവിടെ ആഘോഷിക്കാൻ വരുന്നത്. നോർത്ത് ഇന്ത്യൻസും അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ യെസ്, ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് തിരുവനന്തപുരത്തെ കോവളം ബീച്ച്. അവിടെ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും ഒക്കെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായി ഇന്നിപ്പോൾ വലിയ ന്യൂ ഇയർ പരിപാടികൾ ആഘോഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്.